മീസെൻസെഫലൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡ് ബ്രെയിനിനെയാണ് മീസെൻസെഫലൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിനിനെയും ഹൈൻഡ് ബ്രെയിനിനെയും തമ്മിൽ കണക്ട് ചെയ്യുക. അതാണ് മിഡ് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസെൻസെഫലൺ. ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ റോംബെൻസെഫലൺ. ഇതിനെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യുന്നതാണ് മിഡ് ബ്രെയിൻ ഓർ മീസെൻസെഫലൺ. ഇനി അതിൻ്റെ ക്യാവിറ്റിയിലായിട്ടാണ്, അതായത് മിഡ് ബ്രെയിനിൻ്റെ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നതാണ് അക്വിഡക്റ്റ് ഓഫ് സിൽവിയസ്. അക്വിഡക്റ്റ് ഓഫ് സിൽവിയസ് കാണപ്പെടുന്നത് മിഡ് ബ്രെയിനിൻ്റെ ക്യാവിറ്റിയിലാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് തേർഡ് വെൻട്രിക്കിളിനെയും ഫോർത്ത് വെൻട്രിക്കിളിനെയും തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ അക്വിഡക്റ്റ് ഓഫ് സിൽവിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീസെൻസെഫലണിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് മിഡ് ബ്രെയിൻ. ഇവിടെ മെയിനായിട്ട് ഓർക്കേണ്ടത് ടെക്റ്റം ആൻഡ് സെറിബ്രൽ പിടങ്കിളാണ്. ഓർക്കുക, ടെക്റ്റം ആൻഡ് സെറിബ്രൽ പിടങ്കിളാണ് മിഡ് ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ടെക്റ്റത്തിനെ പറ്റി പറയുമ്പോൾ, ടെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെറിബ്രൽ അക്വിഡക്റ്റ് അല്ലെങ്കിൽ അക്വിഡക്റ്റ് ഓഫ് സിൽവിയസിന് പോസ്റ്റീരിയറായിട്ട് കാണപ്പെടുന്നതാണ് ടെക്റ്റം. ഇനി അത് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് കോളിക്കുലൈ കൊണ്ടാണ്, അതായത് സുപ്പീരിയർ കോളിക്കുലൈ ആൻഡ് ഇൻഫീരിയർ കോളിക്കുലൈ. ഈച്ച് സൈഡിലും രണ്ട് കോളിക്കുലൈ കാണുന്നുണ്ട്, സുപ്പീരിയർ കോളിക്കുലൈ ആൻഡ് ഇൻഫീരിയർ കോളിക്കുലൈ. ഇനി ഇതിനെ നമുക്ക് ഒന്നിച്ച് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. ഈ പറഞ്ഞ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോളിക്കുലൈ ഇതിനെയെല്ലാം നമുക്ക് ഒന്നിച്ച് കളക്റ്റീവ്ലി വിളിക്കാൻ പറ്റുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷൻ ആൻഡ് ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് റിഫ്ലെക്സ് സെൻറ്റേഴ്സാണ് ഈ പറഞ്ഞ കോർപ്പോറ ക്വാഡ്രിജെമിന. അപ്പോൾ ഇത് ഓർക്കുക, പാർട്ട് ഓഫ് മിഡ് ബ്രെയിനിൽ പറഞ്ഞത് ടെക്റ്റം ആൻഡ് സെറിബ്രൽ പിടങ്കിളാണ്. ടെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രൽ അക്വിഡക്റ്റിൻ്റെ പോസ്റ്റീരിയറിലായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ അകത്ത് ഓരോ സൈഡിലും രണ്ട് കോളിക്കുലയുണ്ട്, അതായത് സുപ്പീരിയർ കോളിക്കുലൈ ആൻഡ് ഇൻഫീരിയർ കോളിക്കുലൈ. ഇതിനെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. ഇതെന്ന് പറഞ്ഞാൽ വിഷൻ ആൻഡ് ഹിയറിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് റിഫ്ലെക്സ് സെൻറ്റേഴ്സാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെറിബ്രൽ പിടങ്കിൾ. സെറിബ്രൽ പിടങ്കിൾ എന്ന് പറഞ്ഞാൽ സെറിബ്രൽ അക്വിഡക്റ്റിനെ ആൻറ്റീരിയർ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് സെറിബ്രൽ പിടങ്കിൾ. നേരത്തെ പറഞ്ഞ ടെക്റ്റം എന്ന് പറയുന്നത് സെറിബ്രൽ അക്വിഡക്റ്റിന് പോസ്റ്റീരിയർ ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സെറിബ്രൽ പിടങ്കിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെറിബ്രൽ അക്വിഡക്റ്റിന് ആൻറ്റീരിയർ ആയിട്ടാണ്. ഇനി ഈ ഒരു മിഡ് ബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ തേർഡ് ആൻഡ് ഫോർത്ത് ക്രേനിയൽ നെർവ്സ് ആണ് മിഡ് ബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, തേർഡ് ആൻഡ് ഫോർത്ത് ക്രേനിയൽ നെർവ്സ്. ഇനി അടുത്തത് ഇൻ്റർപിഡങ്കുലാർ ഫോസ. ഇൻ്റർപിഡങ്കുലാർ ഫോസ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് ബ്രെയിനിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ഡയമണ്ട് ഷേപ്ഡ് ഡിപ്രഷനാണ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇൻ്റർപിഡങ്കുലാർ ഫോസ. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ഇതിൻ്റെ ബൗണ്ടറീസിനെയൊക്കെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി വരും. അപ്പോൾ മെയിനായിട്ട് ഓർക്കുക, ആൻറ്റീരിയർ ആസ്പെക്റ്റ് ഓഫ് മിഡ് ബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു ഡയമണ്ട് ഷേപ്ഡ് ഡിപ്രഷനാണ് ഇൻ്റർപിഡങ്കുലാർ ഫോസ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇൻ്റർപിഡങ്കുലാർ ഫോസയുടെ ബൗണ്ടറീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആൻറ്റീരിയർലി, ആൻഡ്രോലാറ്ററലി, പോസ്ട്രോലാറ്ററലി ആൻഡ് പോസ്റ്റീരിയർലി. ഈ ഓരോ ബൗണ്ടറീസിലും എന്തൊക്കെ കാര്യങ്ങളാണ് കാണപ്പെടുന്നത് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർലി കാണപ്പെടുന്നത് ഒപ്റ്റിക് കയാസ്മയാണ്. ഈ ഒരു ഫിഗറിൽ ക്ലിയർ ആണത്. ഇനി അടുത്തത് ആൻഡ്രോലാറ്ററലി നോക്കിക്കഴിഞ്ഞാൽ ഒപ്റ്റിക് ട്രാക്റ്റുകളാണ് കാണുന്നത്. ഇനി പോസ്ട്രോലാറ്ററലി നോക്കിക്കഴിഞ്ഞാൽ സെറിബ്രൽ പിടങ്കിൾസ് ആണ് കാണപ്പെടുന്നത്. സെറിബ്രൽ പിടങ്കിൾസ് ആണ് പോസ്ട്രോലാറ്ററലി ആയിട്ട് കാണപ്പെടുന്നത്. ഇനി പോസ്റ്റീരിയർലി കാണുന്നത് അപ്പർ ബോർഡർ ഓഫ് ദ പോൺസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇത്രയും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ഡയമണ്ട് ഷേപ്ഡ് ഡിപ്രഷനാണ് ഇൻ്റർപിഡങ്കുലാർ ഫോസ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് നമ്മുടെ ബേസിലാർ ആർട്ടറി ഡിവൈഡ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ആർട്ടറീസ് ആയിട്ട് മാറുന്നത് ഈ ഒരു ഇൻ്റർപിഡങ്കുലാർ ഫോസയിലാണ്. അതുപോലെ തന്നെ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുമായിട്ട് ജോയിൻ ചെയ്യുന്നതും ഈ ഒരു ഇൻ്റർപിഡങ്കുലാർ ഫോസയിലാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബൗണ്ടറീസും കാര്യങ്ങളും ഒക്കെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർപിഡങ്കുലാർ ഫോസയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബേസിലാർ ആർട്ടറി ഡിവൈഡ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ആർട്ടറീസ് ആയിട്ട് മാറുന്നത്. അതുകൂടാതെ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുമായിട്ട് ജോയിൻ ചെയ്യുന്നതും ഈ ഒരു പോയിന്റിലാണ്. ഇത്രയാണ് നമുക്ക് മിഡ് ബ്രെയിനിൽ പഠിക്കാനുള്ളത്.